നമസ്കാരം, ഞാൻ ഷാജി എണ്ണശ്ശേരിൽ. ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് പ്രോഫറ്റ് ബൽജിന്ദർ സിംഗ്, പഞ്ചാബിലത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ ആത്മീയ നേതാക്കന്മാരുടെ ഇടയിൽ അറിയപ്പെടുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, അനേക ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തി. വലിയ വലിയ അത്ഭുതങ്ങൾ അവരുടെ പ്രാർത്ഥനയിൽ കൂടി നേടിയ അനേക വീഡിയോകൾ ഞാൻ കണ്ട് അദ്ദേഹത്തെ എൻ്റെ ഒരു മെൻറ്ററായിട്ട് കരുതിയിരുന്ന സമയത്താണ് ഈ കഴിഞ്ഞ 4-5 ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ തൻ്റെ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സഹോദരി ഒരു ഹറാസ്മെൻറ്റ് കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. അത് കേട്ടതോടെ വളരെയധികം എൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു. ഇത്രയും വലിയൊരു ദൈവദാസൻ ഇങ്ങനെ ഒരു അധപ്പതിച്ച കാര്യത്തിലേക്ക് പോകേണ്ടി വന്നല്ലോ. എന്നിട്ട് ആ സഹോദരി തൻ്റെ ടെസ്റ്റിമണിയിൽ പറയുകയുണ്ടായി, 2017 മുതൽ ആ സഹോദരിയും ഫാദറും മദറും ഒന്നിച്ച് ഈ ചർച്ചിൽ പോയി ആരാധന കഴിച്ച് ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്ന കാലഘട്ടമായിരുന്നുവെന്നും 2020 ആ സഹോദരി തൻ്റെ ജീവിതം തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുകയായിരുന്നു. ആ മിനിസ്ട്രിയുമായിട്ട് വർക്ക് ചെയ്ത് പല സ്ഥലങ്ങളിൽ പല വില്ലേജുകളിൽ പോയി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനും അവരെ ഹെൽപ്പ് ചെയ്യുവാനും ഒക്കെ സഹായിച്ച ആ സഹോദരിയാണ് പിന്നീട് ഹറാസ്മെൻറ്റ് കേസിൽ ഈ സഹോദരനെ കുടുക്കിയത്. നമുക്കറിയത്തില്ല അതിൻ്റെ സത്യവാസ്തയൊന്നും. ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ആയാലും മനസ്സിലായാലും ഇവിടുത്തെ ജുഡീഷ്യറി ആയാലും അതിൻ്റേതായ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. എന്നാൽ അതല്ല എങ്കിൽ ഇത്രമാത്രം പടർന്ന് പന്തലിച്ച് നല്ല വിരിഞ്ഞു നിൽക്കുന്ന ഒരു ആൽവൃക്ഷം പോലെ പഞ്ചാബിനെ പൂർണ്ണമായി ഒരു ക്രിസ്ത്യൻറ്റിയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തെ ആരെങ്കിലും ചതിവ് പ്രയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ പൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നമ്മളെല്ലാം അനുഗ്രഹിക്കുന്ന ദൈവം മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ലതാണോ പന്നലാണോ എന്ന് പറയാനെക്കൊണ്ട് ഞാൻ അതിനുള്ള ആളല്ല. എന്നിരുന്നാലും ആ സഹോദരി ഏതാണ്ട് 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവവിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഹിതമാണ് നടക്കേണ്ടത്, നമ്മുടെ മനുഷ്യരുടെ അന്നും ആഗ്രഹങ്ങളല്ല. ദൈവഹിതം അതേമാതിരി നമ്മളെന്തുകൊണ്ട് പിടിവീണില്ല. നമ്മളാരും നല്ല വിശുദ്ധന്മാരൊന്നും അല്ല. നമ്മുടെ ജീവിതത്തിന് പല കുറവുകളും കുറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെയും നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയോ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താൽ നമ്മൾ പോലും അകത്ത് പോകേണ്ട കേസ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയാതെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ അവരെ നമ്മൾ സഹായിക്കുവാൻ ഏതെങ്കിലും രീതിയിൽ ആ സഹോദരിക്ക് അത് സഹോദരി അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണെങ്കിൽ അത് ദൈവം പകരം ചെയ്യട്ടെ. ആ സഹോദരിയുടെ ദൈവം ക്ഷമിക്കട്ടെ. അല്ലെങ്കിൽ ബൽജിന്ദർ സിംഗ്, പ്രോഫറ്റ് ബൽജിന്ദർ സിംഗ് അവരോട് ക്ഷമിക്കട്ടെ. ആ കുടുംബത്തിന് വേണ്ടതായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ നേരുകയാണ്. ഇങ്ങനെയുള്ള സമയത്ത് ദൈവദാസന്മാർ ഒന്നിച്ച് ആ രാജ്യത്തിന് വേണ്ടി, ആ പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരും പ്രാർത്ഥിക്കുക എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്രം.